ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അടുത്തിടെ മലയാളത്തിൽ പുറത്തിറങ്ങിയ പാരഡൈസ് എന്ന മൂവിയാണ്. ശ്രീലങ്കയിലേക്ക് ട്രിപ്പ് പോകുന്ന നായകനും നായികയും അവിടെ വെച്ച് അവരുടെ സാധനങ്ങളെല്ലാം കൊള്ളയടിക്കപ്പെടുന്നു. അതിനെ തുടർന്ന് പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി. നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മൂവിയിലേക്ക് കടക്കാം. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായകനായ കേശവും അവന്റെ വൈഫ് അമൃതയും ചേർന്നിട്ട് ശ്രീലങ്കയിലേക്ക് വരുന്നതാണ്. അവരുടെ ഗൈഡാണ് അവരെ വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അയാളുടെ പേര് ആൻഡ്രൂ എന്നാണ്. രാമായണത്തിലെ അതിപ്രശസ്തമായ സ്ഥലങ്ങളെല്ലാം തന്നെ ആൻഡ്രൂ അവരെ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്. അതിനിടയ്ക്കാകട്ടെ കേശവനൊരു കോള് വരുന്നു. കുറെ നാളായിട്ട് അവൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു പ്രോജക്റ്റ് ആകട്ടെ ഫണ്ട് ചെയ്യാൻ നെറ്റ്ഫ്ലിക്സ് തയ്യാറായി എന്നുള്ളൊരു ന്യൂസ് ആയിരുന്നു അത്. അവൻ ഒരുപാട് ഹാപ്പിയായി. അവൻ ഓടി വന്ന കാര്യം അമൃതയോടും പറയുന്നുണ്ട്. ഇനി നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നുവെന്നും നമ്മൾക്കിനി ഇഷ്ടംപോലെ കാശ് കിട്ടുമെന്നും കേശവ് പറയുന്നുണ്ട്. അങ്ങനെ അവർ അവിടെ നിന്ന് നേരെ പോകുന്നത് അവരുടെ റിസോർട്ടിലേക്കായിരുന്നു. പോകുന്ന വഴിയെല്ലാം തന്നെ റോഡിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. ശ്രീലങ്കയിൽ സാമ്പത്തിക മാന്ദ്യം നടക്കുന്ന സമയമാണത്. പെട്രോൾ ഉൾപ്പെടെ ഒന്നും തന്നെ കിട്ടാനില്ല. എല്ലായിടത്തും പട്ടിണിയും ദാരിദ്ര്യവും മാത്രം. ആൾക്കാരെല്ലാം തന്നെ റോഡിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. എന്നാൽ ടൂറിസ്റ്റുകളായോണ്ട് മാത്രം അവരുടെ വണ്ടി അവിടെ നിന്നും കടത്തിവിടുന്നു. അങ്ങനെ പോകുന്ന വഴിയാകട്ടെ റോഡ് സൈഡിൽ കുറെ കുട്ടികൾ പേരയ്ക്ക പറിച്ച് വിൽക്കുന്നുണ്ടായിരുന്നു. ഒരു കുല പേരയ്ക്ക് 10 രൂപയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് വിൽക്കുന്നു. അവൾ ആ കുട്ടികളുടെ കയ്യിൽ നിന്ന് ആ പേരയ്ക്ക വാങ്ങുകയും അവരുടെ വീഡിയോസ് എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. റിസോർട്ടിലെത്തി അവരെ അവിടുത്തെ റൂം ബോയ് ആയ ശ്രീയാണ് സ്വീകരിക്കുന്നത്. അവൻ അവരുടെ സാധനങ്ങളെല്ലാം എടുത്ത് അകത്തേക്ക് കൊണ്ടുവയ്ക്കുന്നു. കേശവ് ആ കാർഡെല്ലാം നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇവിടെ നല്ല നോൺ വെജ് ഫുഡ് കിട്ടുമെന്ന്. എന്നാൽ ശ്രീ പറയുന്നുണ്ട്, നിങ്ങൾ നോൺ വെജ് കഴിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഇന്ന് നോൺ വെജ് ഒന്നും തന്നെ വെച്ചിട്ടില്ല എന്ന്. എന്നാൽ നമുക്ക് വേട്ടയ്ക്ക് പോകാമെന്ന് കേശവ് പറയുന്നു. ആൻഡ്രൂ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ ശ്രീ ആകട്ടെ അവിടെ ഇരുന്ന തോക്ക് എടുത്തുകൊണ്ട് അവരുടെ കൂടെ പോവുകയാണ്. വണ്ടിയിൽ വെച്ച ഒരു കൗതുകത്തിന് ശ്രീയുടെ കയ്യിൽ നിന്നും തോക്ക് വാങ്ങി അമൃതയെ നോക്കുന്നുണ്ട്. അങ്ങനെ അവർ ഒരു കാട്ടിലേക്ക് കയറുന്നു. കുറെ ദൂരം മുന്നോട്ട് പോയപ്പോൾ അവിടെ ഒരു മൃഗം നിൽക്കുന്ന കാണുന്നുണ്ട്. ശ്രീ അതിനെ വെടിവെക്കാൻ വേണ്ടിയിട്ട് ഉന്നം വെച്ച് നിൽക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് അമൃത പറയുന്നുണ്ട് അതിനെ വെടിവെക്കേണ്ട എന്ന്. കാരണം അതിനെ കാണാൻ തന്നെ വളരെയധികം മനോഹരമായിരുന്നു. അതിനെ കൊല്ലണ്ട എന്ന് അവൾക്ക് തോന്നി. അവൾ അതിന്റെ പിക്ചേഴ്സ് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അവരെയും കൂട്ടി അവിടെ നിന്നും പോകുന്നു. അമൃതയ്ക്ക് ആ റിസോർട്ടും കാടും അവിടുത്തെ അറ്റ്മോസ്ഫിയറും എല്ലാം തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അന്ന് രാത്രി അവർ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്താരോ വേട്ടയാടുന്ന സൗണ്ട് അവർ കേൾക്കുന്നുണ്ട്. എവിടേക്കോ വെടിയൊച്ചകൾ. അമൃതയ്ക്ക് ആകെ വിഷമമായി. താൻ നേരത്തെ കണ്ട മൃഗത്തെ ആരെങ്കിലും കൊന്നിട്ടുണ്ടാകുമോ എന്ന് അവൾ ആലോചിക്കുന്നു. രാത്രി കുറെ നേരം കേശവ് വർക്ക് ചെയ്യുന്നുണ്ട്. സൂം മീറ്റിംഗും കാര്യങ്ങളും എല്ലാമായിട്ട് അവൻ ബിസിയായിരുന്നു. കുറെ കഴിയുമ്പോഴേക്കും അവൻ അമൃതയുടെ അടുത്തേക്ക് വരുന്നു. അവളോട് അവൻ പറയുന്നുണ്ട്, നമുക്കിനി ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നും ഇനി നമുക്കൊരു ഫാമിലിയെ പറ്റിയൊക്കെ ചിന്തിച്ചു തുടങ്ങാമെന്ന്. നമുക്കിടയിൽ ഇനി ഒരു കുഞ്ഞിന് സമയമായി എന്ന്. അവൾക്കും അത് സമ്മതമായിരുന്നു. അതേസമയം ആൻഡ്രൂ ആകട്ടെ ഡ്രൈവർമാർക്ക് ഉറങ്ങാനുള്ള ക്വാർട്ടേഴ്സിൽ പോയി കിടന്ന് ഉറങ്ങുകയായിരുന്നു. കുറെ നേരം കഴിയുമ്പം അമൃതയും കേശവും ഉറങ്ങുന്നു. സമയം കുറെ കടന്നുപോയി. പെട്ടെന്നാരോ അവരുടെ രണ്ടുപേരുടെയും വാ പൊത്തിപ്പിടിക്കുകയും അവരുടെ മുൻപിലേക്ക് കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അത് കള്ളന്മാരായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന അവരുടെ ലാപ്ടോപ്പും ഐപാഡും ഉൾപ്പെടെ വിലപ്പെട്ട ഒരുപാട് സാധനങ്ങൾ അവർ എടുത്തിട്ട് പോകുന്നു. തുറന്നിട്ടിരുന്ന ജനാല വഴിയാണ് അവർ കയറി വന്നത്. കേശവും അമൃതയും പേടിച്ച് നിലവിളിക്കുകയും അവരെ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും ഒന്നും നടന്നില്ല. സൗണ്ട് കേട്ട് ശ്രീയും ആൻഡ്രൂയും അവിടേക്ക് വരുന്നു. ശ്രീ തോക്കെടുത്തുകൊണ്ട് പുറത്തെല്ലാം ഇറങ്ങി നോക്കിയെങ്കിലും ആരെയും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ പിറ്റേന്ന് രാവിലെയായി. എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ് കേശവ്. ജനൽ വഴിയാണ് അവർ അകത്ത് കടന്നത്. ജനൽ അടച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അടച്ചിരുന്നു എന്നാണ് അമൃതയും പറയുന്നത്. ആ റിസോർട്ടിലെ സ്റ്റാഫുകളും കൂടെ ചേർന്നിട്ടുള്ള പണിയാണോ ഇതെന്ന് കേശവന് ഡൗട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ വന്നാലും ശരി പോലീസിനെ വിളിക്കണമെന്ന് അവൻ നിർബന്ധം പിടിക്കുന്നു. അവൻ ഒരുപാട് സൂം മീറ്റിംഗും കോൾസും ഒക്കെ വരാനുള്ളതാണ്. ആ കാര്യങ്ങളെല്ലാം തന്നെ ഐപാഡിലാണ് ഉള്ളത്. അതുകൊണ്ട് അത് തനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂ. അങ്ങനെ റിസോർട്ടിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. സർജന്റ് ഭണ്ഡാരിയാണ് ഫോൺ എടുക്കുന്നത്. എന്നാൽ പെട്രോൾ പോലും ഇല്ലാത്ത ഈ സമയത്ത് കിലോമീറ്ററുകൾ താണ്ടി ആ മലയിൽ വന്നിട്ട് ലാപ്ടോപ്പും ഫോണും ഒക്കെ ഞാൻ എങ്ങനെ അന്വേഷിക്കാനാണെന്ന് അയാൾ ചോദിക്കുന്നു. അവസാനം ടൂറിസ്റ്റുകളാണെന്ന് അറിഞ്ഞപ്പോൾ അയാൾ സമ്മതിക്കുന്നുണ്ട് അന്വേഷിക്കാമെന്ന്. പക്ഷെ അവരോട് പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതിപ്പെടാൻ പറയുന്നു. അങ്ങനെ കുറച്ചു കഴിയുമ്പോൾ കേശവും അമൃതയും ആൻഡ്രൂയും ചേർന്നിട്ട് അവിടേക്ക് വന്ന് പരാതി കൊടുക്കുന്നുണ്ട്. അയാൾ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ ശേഷം നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ സംശയിക്കത്ത രീതിയിൽ ആരും തന്നെ ഇല്ലാന്ന് അവൻ പറയുന്നു. അവന്റെ ലാപ്ടോപ്പും ഫോണും എല്ലാം തിരിച്ചു കിട്ടിയേ പറ്റുമെന്നും പറയുന്നുണ്ട്. ആ ഭണ്ഡാരിക്ക് ദേഷ്യം വരുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്, ഈ രാജ്യം നിന്ന് കത്തുകയാണ്, ആ നേരത്ത് നിങ്ങൾ എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണെന്ന്. ഇത് കേട്ടപ്പോ കേശവനും ദേഷ്യം വന്നു. അവൻ പറയുന്നുണ്ട്, കേസന്വേഷണം തുടങ്ങിയില്ലെങ്കിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ കൊണ്ട് താൻ വിളിപ്പിക്കുമെന്ന്. അതൊക്കെ കേട്ടതോടുകൂടി അയാളും പേടിക്കുന്നു. ഒടുവിൽ അയാൾ സമ്മതിക്കുന്നുണ്ട് താൻ കേസ് അന്വേഷിക്കാമെന്ന്. അങ്ങനെ അയാൾ കുറച്ച് പോലീസുകാരൻ കൂട്ടി പുറത്തു
പോയി എന്തൊക്കെയോ അന്വേഷിക്കാൻ പോകുന്നു. ആ സമയത്ത് കേശവ് അമൃതയോട് ചോദിക്കുന്നുണ്ട്, നീ ശരിക്കും ജനൽ അടച്ചായിരുന്നു എന്ന്. താൻ അടച്ചു എന്ന് തന്നെയാണ് അമൃത പറയുന്നത്. തന്റെ പ്രോജക്റ്റും കാര്യങ്ങളും എല്ലാം മുടങ്ങിയിരിക്കുന്ന കാരണം കേശവ് ആകെ സങ്കടത്തിലായിരുന്നു. പുറത്തുപോയ സർജന്റെ ഭണ്ഡാരയാകട്ടെ കുറെ ആൾക്കാരെയും കൂട്ടിയാണ് അവിടേക്ക് വരുന്നത്. സംശയം തോന്നിക്കുന്ന രീതിയിൽ അവരെ മാത്രമാണ് അവർക്ക് കിട്ടിയത്. ഇതിലാരെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോൾ ആരാണെന്നുള്ള കാര്യത്തിൽ കേശവന് ഉറപ്പില്ലായിരുന്നു. എന്നാൽ ഇവർ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആരുടെയെങ്കിലും പേര് പറഞ്ഞേ പറ്റുമെന്ന് അവന് തോന്നുന്നു. അത് കാരണം അത് അവർ തന്നെയാണെന്ന് അവൻ സമ്മതിക്കുന്നുണ്ട്. അവർ 3 പേരുണ്ടായിരുന്നു എന്നും പറയുന്നു. തങ്ങളല്ല അതൊന്നും മോഷ്ടിച്ചതെന്ന് പറഞ്ഞെങ്കിലും ആ പോലീസുകാർ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. പോലീസുകാർ അവരെയെല്ലാം കൊണ്ടുപോയി മർദ്ദിക്കാൻ തുടങ്ങി. അമൃത കേശവനെ വഴക്ക് പറയുന്നു. കാരണം രാത്രിയിൽ നമ്മൾ ആരുടെയും മുഖം കണ്ടിട്ടില്ല, ഇവരാണെന്ന് നിനക്കെന്താ എത്ര ഉറപ്പ്? എനിക്ക് ഉറപ്പാണെന്ന് തന്നെ കേശവ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവൻ ആ പോലീസുകാരെ കൊണ്ട് എന്തെങ്കിലും ജോലി എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കള്ളം പറയുന്നതെന്ന് അമൃതയ്ക്ക് മനസ്സിലായി. അവന്റെ സാധനം എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതി എന്നായിരുന്നു. പോലീസുകാരാകട്ടെ അപ്പോഴും ആ ആൾക്കാരെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഒരാളുടെ ബോധം പോകുന്നു. അയാൾ ആകെ അവശ നിലയിലായി. പെട്ടെന്ന് തന്നെ അവരെടുത്ത് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ശരിക്കും അമൃത ആകെ പേടിച്ചു. തന്റെ സാധനം എപ്പോ കിട്ടുമെന്ന് കേശവ് ചോദിച്ചുകൊണ്ടേയിരുന്നു. എത്രയും പെട്ടെന്ന് കണ്ടെത്തി തരാമെന്നാണ് ആ പോലീസുകാരൻ പറയുന്നത്. അവൻ തൽക്കാലത്തേക്ക് ഒരു ഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ടൗണിലേക്ക് പോകാൻ ആൻഡ്രൂവിനോട് പറയുന്നു. എന്നാൽ ഡീസൽ കുറവാണെന്ന് ആൻഡ്രൂ പറയുന്നുണ്ട്. അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ നിർബന്ധിച്ച് വണ്ടി എടുപ്പിക്കുന്നു. അവർക്ക് മുന്നേ പോയ പോലീസ് ജീപ്പാകട്ടെ വഴിയിൽ ഡീസൽ തീർന്നിട്ട് കിടക്കുകയായിരുന്നു. അത് കാരണം ആ പോലീസുകാർ ഇവരുടെ വണ്ടിയിലേക്ക് ആ വയ്യാത്ത ആളെ കൂടി കയറ്റിക്കൊണ്ടു പോകണമെന്ന് പറയുന്നുണ്ട്. മോഷ്ടിച്ചു എന്ന് പറഞ്ഞ പേരിൽ അടികൊണ്ട് അവശനാക്കിയ അയാളെ കൂടി ഇവരുടെ വണ്ടിയിൽ കയറ്റിയിട്ടാണ് ടൗണിലേക്ക് അവർ പോകുന്നത്. അയാളുടെ അവസ്ഥ വളരെയധികം മോശമായിരുന്നു. വല്ലാതെ ശ്വാസം എടുത്തുകൊണ്ടേയിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് അമൃതയ്ക്ക് ശരിക്കും സങ്കടം തോന്നി. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അയാളെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടു പോകുന്നുണ്ട്. എന്നാൽ കേശവ് അവിടെ ഇറങ്ങാൻ തയ്യാറല്ലായിരുന്നു. അമൃത അവനെ ശ്രദ്ധിക്കാതെ താൻ എന്തായാലും പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ആൻഡ്രൂവിനെയും കൂടെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അയാളുടെ അവസ്ഥ വളരെയധികം സീരിയസ് ആയിരുന്നു. ഒരു നേരത്തെ ആഹാരത്തിന് പോലും അവിടെയുള്ള ജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. ആവശ്യത്തിന് ഡീസലോ പെട്രോളോ ഒന്നും തന്നെയില്ല. പലയിടങ്ങളിലും കറണ്ട് പോലും ഇല്ലായിരുന്നു. അങ്ങനെ ടൗണിൽ പോയിട്ട് അവൻ പുതിയൊരു ഫോൺ വാങ്ങിക്കുന്നുണ്ട്. അതിൽ നിന്നും അവന് വിളിക്കേണ്ട ആൾക്കാരെ എല്ലാം തന്നെ അവൻ വിളിക്കുന്നു. പോകുന്ന വഴി ആ പോലീസ് സ്റ്റേഷനിൽ കയറി ഭണ്ഡാര എടുത്ത് അവൻ സാധനങ്ങളെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. ഇവന്മാരെ ഇന്ന് മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടുപോകണമെന്നും നാളെ സാറിന് സാധനങ്ങളെല്ലാം കിട്ടുമെന്നും അയാൾ പറയുന്നു. എന്നാൽ പിറ്റേന്ന് രാവിലെയും അവരെത്തിയപ്പോൾ ആ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരു കള്ളം കുറ്റം സമ്മതിച്ചു, പക്ഷെ ബാക്കി 2 പേരും കുറ്റം സമ്മതിക്കുന്നില്ല എന്നാണ് ആ പോലീസുകാരൻ പറയുന്നത്. ആ സാധനങ്ങൾ എവിടെയാണെന്നും അവർ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. കേശവ് ആകെ ദേഷ്യത്തിലായി. ആ ചെറുപ്പക്കാരെ കൊണ്ടിട്ട് മർദ്ദിക്കുന്നതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷന് പുറത്താകട്ടെ ആൾക്കാർ വലിയ ബഹളമായിരുന്നു. ആ കൂടി നിൽക്കുന്ന ആൾക്കാർ എപ്പോ വേണമെങ്കിലും പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാം, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്ന് സർജന്റ് പറയുന്നുണ്ട്. എന്നാൽ കേശവ് അതൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. എന്റെ സാധനം കിട്ടാതെ ഞാൻ പോകില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു അവൻ. ഒരു വിധത്തിൽ ആൻഡ്രൂ അവനെ പറഞ്ഞു മനസ്സിലാക്കി അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അങ്ങനെ റൂമിലെത്തിയ ശേഷം കുറച്ചുനേരം റെസ്റ്റ് എടുക്കുകയായിരുന്നു അമൃത. ആ സമയത്ത് അവൾ നേരത്തെ കണ്ട മൃഗത്തെ വീണ്ടും കാണുന്നുണ്ട്. അതിനെ കാണാൻ വേണ്ടിയിട്ട് അവൾ കുറച്ച് കാടിന്റെ ഉള്ളിലേക്ക് പോകുന്നു. അവൾ അവിടെ നിൽക്കുന്നത് അതുവഴി വന്ന ആൻഡ്രൂയും കാണുന്നുണ്ട്. പിന്നീട് അവൾ തിരിച്ച് ആൻഡ്രൂവിന്റെ കൂടെയാണ് റിസോർട്ടിലേക്ക് വരുന്നത്. ആ മൃഗത്തെ ആരെങ്കിലും വേട്ടയാടിയോ എന്ന വിഷമത്തിലായിരുന്നു അവൾ. അതിനെ വീണ്ടും കണ്ടതിൽ അവൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഇത്രയും പ്രശ്നം നടക്കുന്നതിനിടയിലും അവൾ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കുന്നുണ്ട് കേശവ്. അന്ന് രാത്രി ആഹാരം കഴിക്കാൻ നേരത്ത് അവനത് അവളോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, നമ്മളിവിടെ സ്റ്റക്കായിട്ടിരിക്കുമ്പോൾ നീ എങ്ങനെ ഇത്ര സന്തോഷത്തോടെ ഇരിക്കുന്നതെന്ന്. തനിക്ക് അറിയില്ല എന്നായിരുന്നു അവളുടെ മറുപടി. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കാൻ നേരത്ത് അവിടുത്തെ കുക്കായ ഇക്ബാൽ പാട്ട് പാടുന്നത് അവൻ കേൾക്കുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് ചെല്ലാൻ നേരത്ത് അവർ മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് അവിടെ ഉണ്ടാക്കിയ വാറ്റ് അവനും വാങ്ങി കുടിക്കുന്നുണ്ട്. അത് നല്ല വീര്യമുള്ളതായിരുന്നു. എന്തായാലും തങ്ങൾ ഇവിടെ സ്റ്റക്കായിട്ടിരിക്കുന്ന കാരണം തങ്ങളുടെ ശ്രീലങ്കൻ ടൂർ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ അവർ തീരുമാനിക്കുകയാണ്. പിറ്റേന്ന് മുതൽ ആൻഡ്രൂവിന്റെ കൂടെ വിശേഷപ്പെട്ട സ്ഥലങ്ങളെല്ലാം അവർ പോയി കാണുന്നുണ്ട്. അതേസമയം പോലീസുകാരുടെ അടികൊണ്ട് ഹോസ്പിറ്റലിൽ കിടന്ന അയാളാകട്ടെ മരിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടുകാർ അയാളുടെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് വലിയ പ്രതിഷേധം തുടങ്ങിയിരുന്നു. പോലീസ് സ്റ്റേഷന് നേരെയും വലിയ രീതിയിൽ അക്രമമുണ്ടായി. തലമെല്ലാം കണ്ട ശേഷം തിരിച്ചു വരുന്ന വഴിക്ക് കേശവാകട്ടെ സർജന്റ് ഭണ്ഡാരെ കാണുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ ഒട്ടും സേഫ് അല്ല എന്നും ഇവിടെ വലിയ അക്രമം നടക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് റിസോർട്ടിലേക്ക് പോകാനും നിങ്ങളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് അവിടെ ആൾക്കാരെത്തുമെന്നും. അപ്പോൾ തന്നെ സാധനങ്ങൾ കിട്ടില്ലേ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അവന്മാരുടെ കയ്യിൽ നിങ്ങളുടെ സാധനങ്ങൾ ഇല്ല എന്നും ഇനിയും സംശയമുള്ള ആൾക്കാരെ പിടികൂടി ചോദ്യം ചെയ്യണമെന്ന് സർജന്റ് ഭണ്ഡാര പറയുന്നു. ശരിക്കും അയാൾ മരിക്കാൻ കാരണം ഹോസ്പിറ്റലിൽ ഓക്സിജൻ തീർന്നതുകൊണ്ടായിരുന്നു. ഈ സാമ്പത്തിക മാന്ദ്യം നടക്കുന്ന സമയത്ത് വേണ്ടത്ര സൗകര്യങ്ങളൊന്നും തന്നെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ അയാളുടെ മരണത്തിന് നമ്മളും ഉത്തരവാദികളല്ലേ എന്ന് അമൃത ചോദിക്കുന്നുണ്ട്. അമൃതയ്ക്ക് നല്ല രീതിയിൽ കുറ്റബോധമുണ്ടായിരുന്നു. കേശവിന് ആ ഒരു ചിന്തയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കേശവൻ ആരെ കൊന്നിട്ടായാലും തന്റെ സാധനങ്ങൾ തിരിച്ചു കിട്ടണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോലീസുകാർ പോകുന്ന വഴിയിലൊക്കെ വലിയ പ്രതിഷേധം നടക്കുകയായിരുന്നു. മരിച്ചാളുടെ ഡെഡ് ബോഡി റോഡിൽ വെച്ചിട്ടാണ് അവർ പ്രതിഷേധിച്ചുകൊണ്ടിരുന്നത്. അന്ന് രാത്രി കേശവിനും അമൃതയ്ക്കും സെക്യൂരിറ്റി ആയിട്ട് ഭണ്ഡാരയും മറ്റൊരു കോൺസ്റ്റബിളുമാണ് അവരുടെ റിസോർട്ടിലേക്ക് പോകുന്നത്. അവിടെ എത്തിക്കഴിയുമ്പോൾ ഭണ്ഡാര
ഭണ്ഡാരയാകട്ടെ ശ്രീയെ കാണുന്നുണ്ട്. അയാൾ നേരത്തെ പിടികൂടിയ ആൾക്കാർ താമസിക്കുന്നിടത്ത് തന്നെ താമസിക്കുന്ന ആളാണ് ശ്രീയും. അതുകൊണ്ട് ശ്രീക്ക് അവരുമായിട്ട് ബന്ധമുണ്ടാകാമെന്ന് അയാൾ ചിന്തിക്കുന്നു. അവിടെയുള്ള മറ്റ് സ്റ്റാഫുകളെ ഉൾപ്പെടെ അയാൾ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ ക്രൈമില് ശ്രീക്കും പങ്കുണ്ടെന്ന് അയാൾ വരുത്തി തീർക്കുന്നു. കാരണം ആ കള്ളന്മാർക്ക് അകത്തേക്ക് കടക്കാൻ ജനൽ തുറന്നിട്ടത് അവനായിരിക്കാമെന്ന് അയാൾ പറയുന്നുണ്ട്. താൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് ശ്രീ ആവർത്തിച്ച് പറയുന്നുണ്ട്. അയാൾ ആ ജനലെല്ലാം പോയി നോക്കിയിട്ട് പറയുന്നുണ്ട്, പുറത്തുനിന്ന് ആരും അതിക്രമിച്ച് കടന്നതിന്റെ ഒരു ലക്ഷണവുമില്ല. അകത്തുനിന്ന് ആരോ തുറന്നു കൊടുത്തതാണ്. അത് അവൻ തന്നെയാകാമെന്നും പറയുന്നു. അയാൾ അവനെയും ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. അമൃത അയാളെ തടയാൻ ശ്രമിച്ചെങ്കിലും അയാൾ കേൾക്കുന്നില്ല. ശ്രീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും ആ ജനൽ ശരിക്കും അടയ്ക്കാൻ മറന്നുപോയത് താനാണെന്നുള്ള സത്യം അമൃത തുറന്നു പറയുന്നു. പേടിച്ചുപോയി ശ്രീ ആകട്ടെ പെട്ടെന്ന് തോക്കെടുത്ത് അയാൾക്ക് നേരെ ചൂണ്ടുന്നു. നേരത്തെ ഒരാളെ അടിച്ചു കൊന്ന പോലെ എന്നെയും കൊല്ലാൻ ഞാൻ അനുവദിക്കില്ല എന്ന് അവൻ പറയുന്നുണ്ട്. സർജന്റ് ആകട്ടെ അവനെ പെട്ടെന്ന് പിടികൂടാൻ ശ്രമിക്കുന്നു. തോക്ക് അവന്റെ ഇന്ന് തെറിച്ച് നേരെ പോകുന്നത് അമൃതയുടെ കയ്യിലേക്കായിരുന്നു. പക്ഷെ അപ്പോഴേക്കും പുറത്ത് ഒരുപാട് ജനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ചേർന്നിട്ട് ഈ റിസോർട്ടിന് നേരെ കല്ലെറിയാൻ തുടങ്ങി. സർജന്റ് ഭണ്ഡാരയാകട്ടെ തോക്കെടുത്തുകൊണ്ട് അവരെ നേരിടാൻ പോയിരിക്കുകയായിരുന്നു. പുറത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടി കേശവ് അമൃത അവിടേക്ക് ചെന്നപ്പോഴേക്കും സർജന്റിനെ ആ നാട്ടുകാര് കത്തിക്കെറിഞ്ഞു വീഴ്ത്തി കൊന്നിരുന്നു. അവൻ അയാളുടെ അടുത്തേക്ക് വന്നിട്ട് അയാൾക്ക് ജീവനുണ്ടോ എന്ന് നോക്കാൻ നേരം ഒരുപാട് ജനങ്ങൾ അവന് നേരെ കല്ലെറിയാൻ തുടങ്ങി. പെട്ടെന്ന് അയാളുടെ അടുത്ത് കിടന്നിരുന്ന അയാളുടെ തോക്കെടുത്ത് അവൻ ജനങ്ങൾക്ക് നേരെ വെടിവെക്കാൻ തുടങ്ങി. ഇത് കണ്ട് അമൃതയും ആകെ ഷോക്കായി. ഒരുപാട് ആൾക്കാരെ അവൻ ഷൂട്ട് ചെയ്ത് കൊല്ലുകയായിരുന്നു. ഇത് കണ്ട് സഹിക്കവയ്യാതെ രണ്ടും കൽപ്പിച്ച് അവളാകട്ടെ തന്റെ കയ്യിലിരുന്ന തോക്കെടുത്ത് അവനെ വെടിവെക്കുന്നു. അവളുടെ കൈകൊണ്ട് തന്നെ കേശവ് മരിക്കുന്നു. ഇതെല്ലാം ആൻഡ്രൂ കാണുന്നുണ്ടായിരുന്നു. അവൾ എന്താലോചിച്ചിട്ടാണ് അവനെ കൊന്നതെന്ന് പോലും അവൾക്ക് അറിയില്ലായിരുന്നു. അവൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. പിന്നീട് കാണിക്കുന്നത് ഇതിന്റെ പേരിൽ എല്ലാവരെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നതാണ്. ആ സർജന്റ് ഭണ്ഡാര മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ മൊഴി കൊടുക്കുന്നുണ്ട്. സംഭവം നടക്കുന്ന സമയത്ത് എന്നെ ആരോ കത്തിക്കെറിഞ്ഞു വീഴ്ത്തിയെന്നും അതിനുശേഷം എനിക്ക് ബോധം പോയി എന്നുമാണ് അയാൾ പറയുന്നത്. ശ്രീയും ഇക്ബാലും എല്ലാം അകത്ത് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് പുറത്തെന്താണ് നടന്നതെന്ന് അവർ കണ്ടില്ലായിരുന്നു. തങ്ങൾ പുറത്തേക്ക് വന്നപ്പോഴേക്കും കേശവ് സാർ താഴെ വീണ് കിടക്കുന്നതാണ് കാണുന്നത്. അമൃതയോട് ചോദിക്കുമ്പോൾ അവിടെ എന്തൊക്കെയാ ഉണ്ടായതെന്ന് തനിക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. അവൾ കരയുകയായിരുന്നു. ആൻഡ്രൂവിനെ ചോദ്യം ചെയ്യുമ്പോൾ അയാൾ പറയുന്നുണ്ട്, എല്ലാവരും ചേർന്നിട്ട് കേശവ് സാറിന് നേരെ കല്ലെറിയാൻ തുടങ്ങി. കേശവ് സാർ ആകട്ടെ അവർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. എന്നാൽ അവർ വീണ്ടും റിസോർട്ടിന് മുന്നിലേക്ക് വരാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ വേറെ വഴിയില്ലാതെ മാഡവും തോക്കെടുത്ത് വെടിവെച്ചു. എന്നാൽ ആ നേരത്ത് അറിയാതെയാണ് കേശവ് സാർ മുന്നിലേക്ക് വന്ന് കയറിയത്. അങ്ങനെ അബദ്ധവശാലാണ് കേശവ് സാർ മരിക്കുന്നത്. ആൻഡ്രൂ അമൃതയെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ഒരു കള്ളം പറയുന്നു. അങ്ങനെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞിട്ട് അവൾ ആ നാട്ടിൽ നിന്നും തിരിച്ചു പോവുകയായിരുന്നു. അവളെ തിരിച്ചു കൊണ്ടുവിടുന്ന വഴിക്ക് ആൻഡ്രൂവിനോട് അവൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന്. ആൻഡ്രൂവിനും അവൾക്കും നന്നായിട്ടറിയാം അവൾ മനഃപൂർവ്വം കേശവിനെ കൊന്നതാണെന്ന്. ആൻഡ്രൂ ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സീൻ കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.